ചായക്കടക്കാരാ നിങ്ങളുടെ ചായേല് മധുരമില്ല. ശുഭ സുപ്രഭാതമാണ്. മാറുന്ന ഇന്ത്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചായക്കച്ചവടമൊന്നും പഴയ പോലെ ലാഭകരമല്ല. ചായ കുടിക്കാൻ ആളില്ലാതാകുന്നു. അത് മാത്രമാണ് പോട്ടെ എന്ന് വെക്കാം. അത് മാത്രമല്ല പ്രശ്നം. ചായക്കൊപ്പം കടിയായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് നല്ല പുഴുങ്ങിയ വർഗീയതയും നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത ഹിന്ദുത്വ പരീക്ഷണങ്ങളുമായിരുന്നു. അത് ആളുകൾക്ക് വേണ്ടാതെയായി. അത് എവിടെയാണ് വേണ്ടാതായത്? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അയോധ്യക്ക് ശേഷം നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ ബദ്രിനാഥിലും തോറ്റു. തോക്കുക മാത്രല്ല ചെയ്ത് തൊപ്പിയിട്ടു. ബദരീനാഥിനെ ഹിന്ദുത്വ പുണ്യഭൂമിയാക്കുവാൻ വേണ്ടി പാവങ്ങളെ പീഡിപ്പിച്ച നാട്ടിലാണ് തോറ്റുപോയത്. അവിടെയാണ് തോറ്റു തൊപ്പിയിട്ടത് എന്നതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഇന്നത്തെ ദിവസം ചർച്ച ചെയ്യാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ മരിച്ച് മണ്ണടിഞ്ഞു പോകണം, അല്ലേ? അത്ര പ്രാധാന്യമുള്ള തോൽവിയാണിത്. വിഷയത്തിലേക്ക് വിശദമായി തന്നെ പോകാം. അതിനു മുമ്പ് ഇത്രയും നാളും അല്ലെങ്കിൽ നാളെയും വീഡിയോ കാണാൻ വരുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ മെല്ലെ ഒന്ന് വിരലമർത്തിയിട്ട് പോയാൽ വലിയ സന്തോഷം. ഉത്തരാഖണ്ഡിലാണ് ബദ്രീനാഥ് സ്ഥിതി ചെയ്യുന്നത്. അളകനന്ദ നദീതീരത്താണ് ബദ്രി നാരായണൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രതിഷ്ഠ മഹാവിഷ്ണു. രാമൻ മാത്രമല്ല, മഹാവിഷ്ണുവും ഇന്ത്യ മുന്നണിയിൽ ചേർന്ന മഹാസുദിനമാണിത്. ആഘോഷിക്കേണ്ടത് നമുക്ക് ഈ ദിവസം ഇന്ന്. അത് മാത്രമല്ല കേട്ടോ, മലയാളികളുമായി ഒരു ബന്ധം കൂടി ബദ്രീനാഥ ക്ഷേത്രത്തിനുണ്ട്. വഴിയെ എല്ലാം വിശദമായി പറയാം. അത് മാത്രമല്ല, ഗുജറാത്തിന് ശേഷം ഉത്തരാഖണ്ഡ് എന്നാൽ കുറെ കാലമായിട്ട് ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ പരീക്ഷണശാലയായിരുന്നു. ആ പരീക്ഷണശാലയ്ക്കാണ് ഇന്നലെ തീപിടിച്ച് കത്തിപ്പോയത്. വർഗീയ ധ്രുവീകരണത്തിലൂടെയാണ് സംഘപരിവാർ എല്ലാ അജണ്ടയും എളുപ്പത്തിൽ നടപ്പാക്കുന്നത്. അതാണ് അവരുടെ കുറുക്കുവഴി. അതിന് പറ്റിയ സ്ഥലമായിട്ട് അവര് കരുതിയിരുന്ന സ്ഥലമായിരുന്നു ഉത്തരാഖണ്ഡ്. അതിനുവേണ്ടിയാണ് ഉത്തർപ്രദേശിനെ മുറിച്ചുകൊണ്ട് ഉത്തരാഖണ്ഡ് സംസ്ഥാനം ഉണ്ടാക്കുന്നത്. ഇതിനുശേഷമാണ് മുസ്ലിങ്ങൾക്കെതിരെ വ്യാപകമായ ക്യാമ്പയിനും അക്രമങ്ങളും ഈ നാട്ടിൽ നടന്നുകൊണ്ടിരുന്നത്. ബ്രാഹ്മണ ക്ഷത്രിയ വിഭാഗങ്ങളായിരുന്നു ബി ജെ പിയുടെ വലിയ വോട്ട് ബാങ്ക്, ഹിന്ദുക്കൾ തന്നെ. അതിനപ്പുറം ഹരിദ്വാർ, ബദ്രീനാഥ്, ഋഷികേശ്, ഉത്തരകാശി തുടങ്ങിയ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അതിനാൽ ഈ സംസ്ഥാനത്തെ ഹൈന്ദവവൽക്കരിക്കാൻ എളുപ്പമാണെന്ന് സംഘപരിവാർ കരുതി. ഏക സിവിൽ കോഡ് ആദ്യമായി നടപ്പാക്കിയത് ഇവിടെയാണ്. ജയ് ശ്രീറാം വിളികളോടെയാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നിയമസഭയിൽ ഏക സിവിൽ കോഡ് അവതരിപ്പിച്ചത് പോലും. ഇപ്പൊ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ പോലും വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയ മുസ്ലിങ്ങളെ ആക്രമിച്ചു പിന്തിരിപ്പിച്ചു എന്ന വാർത്തകൾ നമ്മൾ വായിച്ചത് ഈ അടുത്ത ദിവസങ്ങളിലാണ്. അവിടെയാണ് ഹിന്ദുത്വ പൊളിറ്റിക്സിനെ ഹിന്ദുക്കൾ തന്നെ ഉപേക്ഷിച്ചതും തോൽപ്പിച്ചതും. ദൈവം തന്നെ അതിന് മുന്നിൽ നിന്നു. നമ്മളിത് ആഘോഷിക്കണ്ടേ? ഇന്ന് നമുക്ക് കുറച്ച് പായസമൊക്കെ വെച്ചങ്ങോട്ട് ആഘോഷിച്ചാലോ? ബദ്രീനാഥിൽ തോറ്റത് നിമിത്തമാണെന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? ബദ്രീനാഥൻ ചില്ലറക്കാരനേയല്ല. അന്യാധീനപ്പെടുക എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ തോൽവി വഴി സത്യത്തിൽ ഇപ്പോ സംഭവിച്ചത് ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ പരീക്ഷണശാല അവർക്ക് അന്യാധീനപ്പെട്ടുപോയി. അന്യാധീനപ്പെടുക എന്ന വാക്കിന് ബദ്രീനാഥ് ക്ഷേത്രവുമായി വലിയൊരു ബന്ധമുണ്ട്. ശിവനും പാർവതിയും താമസിക്കുന്ന സ്ഥലമായിരുന്നു ബദ്രീനാഥ്. ഒരു ദിവസം രണ്ടാളും കൂടി പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങി അടിച്ച് തിരിച്ചു വന്നപ്പോ ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് വീടിന്റെ മുന്നിൽ നിൽക്കുകയാണ്. കരച്ചിലോട് കരച്ചിൽ. പാർവതി ദേവിക്ക് കുട്ടിയെ എടുത്ത് ലാളിക്കണം, ആശ്വസിപ്പിക്കണം. എന്നാൽ ശിവൻ അത് വേണോ വേണ്ടയോ എന്ന കാര്യത്തിലൊക്കെ വലിയ സംശയം. അവര് തമ്മിൽ തർക്കമായി. അവസാനം തർക്കത്തിൽ പാർവതി ദേവി വിജയിച്ചു. പാർവതി ദേവി കുട്ടിയെ എടുത്ത് അതുകൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു, സ്നേഹിച്ച് സമാധാനിപ്പിച്ചു. അത് കഴിഞ്ഞ് രണ്ടാളും കൂടി, ശിവനും പാർവതിയും കൂടി, കുട്ടീനെ വീട്ടിലാക്കിയിട്ട് നദിയിലൊന്ന് കുളിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോ വാതിലകത്ത് നിന്ന് പൂട്ടിയിരിക്കുന്നു. അപ്പൊ ശിവൻ ചോദിച്ചു, ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞില്ലേ ഇമാതിരി വാത്സല്യൊന്നും ഇവിടെ വേണ്ടാന്ന്. അപ്പൊ കേട്ടില്ലല്ലോ, അനുഭവിച്ചോ എന്നായി ശിവൻ. സംഭവം എന്താന്ന് മനസ്സിലായോ? മഹാവിഷ്ണു ആയിരുന്നു ആ കുട്ടി. സാക്ഷാൽ മഹാവിഷ്ണു. മഹാവിഷ്ണുവിന് ആ സ്ഥലം ഏറെ ഇഷ്ടപ്പെട്ടു. ആ സ്ഥലം കൈയടക്കാൻ വേണ്ടി പ്രയോഗിച്ചൊരു തന്ത്രമായിരുന്നു കുട്ടിയായിട്ടുള്ള വരവും നാടകവും ഒക്കെ. അദ്ദേഹത്തിന് അവിടെ തന്നെ തപസ്സിരിക്കണമായിരുന്നു. വാശി, വെറും വാശി, പച്ചയായ വാശി. ശിവന്റെ മുന്നിൽ പിന്നെ രണ്ട് വഴികളാണുള്ളത്. എന്താണത്? ഒന്നുകിൽ എല്ലാം കൂടെ അഗ്നിക്ക് ഇരയാക്കിയിട്ട് എല്ലാം കൂടെ തീയിട്ട് ഓടിക്കുക, മഹാവിഷ്ണുവിനെ ഓടിക്കുക. രണ്ട്, അടിയൊന്നും ഉണ്ടാക്കാതെ പെട്ടിയും കിടക്കി എടുത്തുകൊണ്ട് മറ്റേതെങ്കിലും ഒരു കൊള്ളാവുന്ന ഇടം കണ്ടുപിടിച്ച് പാർവതി ദേവിയുടെ കൂടെ അവിടേക്ക് താമസം മാറുക. പാർവതി ദേവി വളരെ സ്നേഹത്തോടെ ലാളിച്ച് സ്നേഹിച്ച് കുടിയിരുത്തിയ കുട്ടിയായതുകൊണ്ട് ശിവൻ രണ്ടാമത്തെ വഴിയാണ് സ്വീകരിച്ചത്. ആ സ്ഥലം മഹാവിഷ്ണുവിന് വിട്ടുകൊടുത്ത് ശിവനും പാർവതിയും കേദാർനാഥിലേക്ക് പോയി. അങ്ങനെയാണ് ഈ അന്യാധീനപ്പെടുക എന്ന വാക്കുണ്ടായത്. അങ്ങനെയാണ് ഇപ്പോൾ BJP അന്യാധീനരായത്. എവിടെ അന്യാധീനരായി? ബദ്രീനാഥിൽ എന്നൊക്കെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്താ അഭിപ്രായം? അപ്പൊ നിങ്ങൾ ചോദിക്കുക, ഈ പരമശിവൻ മഹാജ്ഞാനിയല്ലേ, എല്ലാ കാര്യങ്ങളും അറിയില്ലേ, മുൻകൂട്ടി കാണാൻ കഴിയില്ലേന്ന്? കഴിയും, മുൻകൂട്ടി കണ്ടു.
പക്ഷെ വിധിയെ തടുക്കാൻ ബ്രഹ്മനുമാകില്ല. സംഭവിക്കേണ്ടത് സംഭവിച്ചേ പറ്റൂ. സംഭവിച്ചു. അങ്ങനെ മഹാവിഷ്ണു അവിടെ ബദ്രീനാഥനായി കുടിയേറി പാർത്തു. അതുകൊണ്ടല്ലേ ഇപ്പൊ ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ പരീക്ഷണശാലയ്ക്ക് സാക്ഷാൽ ഭഗവാന് തന്നെ നേരിട്ട് തീയിടാനും അന്ത്യം കുറിക്കാനും കഴിഞ്ഞത്. അതാണ് പറഞ്ഞത് ബദ്രീനാഥിൽ തോൽക്കുന്നത് നിമിത്തമാണ്. ഇത് BJPയുടെ വീഴ്ചയുടെ തുടക്കമാണെന്ന്. BJPക്ക് എല്ലാം അന്യാധീനപ്പെടാൻ പോവുകയാണ്. ഇവിടെ ഇന്ത്യൻ ഭരണഘടനയെ പരിചയാക്കി പിടിച്ചുകൊണ്ട് മനുഷ്യർ ഒരു വൻ നിര ഹിന്ദുത്വ പൊളിറ്റിക്സിനെതിരെ യുദ്ധം ചെയ്യുന്ന കാലമാണ്. അവർ ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ എല്ലാ പരീക്ഷണശാലകളെയും പൊളിച്ചടുക്കുക തന്നെ ചെയ്യും. അതിന്റെ തുടക്കം അയോധ്യയിൽ നിന്നായിരുന്നു. അത് ഇനിയും തുടരും. ബദ്രീനാഥൻ പോളിയല്ലേ? നിങ്ങൾ പറ, പോളിയല്ലേ? ഒരു കാര്യം കൂടി, ഉത്തരാഖണ്ഡിൽ ഹിമാലയ പർവ്വതത്തിന്റെ താഴ്വരയിൽ സമുദ്രനിരപ്പിൽ നിന്നും 10,500 അടിയേക്കാൾ കുറച്ച് ഉയരത്തിലാണ് അളകനന്ദ നദീ തീരത്ത് നരനാരായണന്മാർ തപസ്സനുഷ്ഠിച്ചു എന്ന് വിശ്വസിക്കുന്ന നരനാരായൺ പർവ്വത നിരകൾക്കിടയിൽ ബദ്രീനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദിശങ്കരനാണ് നദിയിൽ നിന്നും വിഗ്രഹം മുങ്ങിയെടുത്ത് പ്രതിഷ്ഠ നടത്തിയത്. അതുകൊണ്ട് തന്നെ പൂജാരിമാർ ശങ്കരാചാര്യരുടെ പരമ്പരയിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ മലയാളികളാണ്. ശങ്കരാചാര്യർ കേരളത്തിലെ കാലടിയിൽ ജനിച്ച മഹാനായ സന്യാസിയാണ്. ശങ്കരാചാര്യരുടെ നിർദ്ദേശപ്രകാരം ബദ്രീനാഥിലെ പ്രധാന പൂജാരി കേരളത്തിൽ നിന്നുള്ള നമ്പൂതിരിമാരാണ്. ഇന്നും കണ്ണൂരിൽ നിന്നുള്ള ഈശ്വര പ്രസാദ് നമ്പൂതിരിയാണ്. ഇപ്പോൾ റാവൽ എന്ന പേരിലാണ് അവിടുത്തെ പൂജാരി അറിയപ്പെടുക. നമ്മുടെ മലയാളിയാണ് അവിടുത്തെ പൂജാരി. അതികഠിനമായ തണുപ്പായതിനാൽ 6 മാസം മാത്രമാണ് ക്ഷേത്രം തുറന്ന് പ്രവർത്തിക്കുക. ഭഗവാനെ കമ്പിളിയൊക്കെ പുതപ്പിച്ച് ചൂടാക്കി വെക്കുന്ന അപൂർവ ക്ഷേത്രമാണ്. വിശ്വാസികൾക്ക് ഒരിക്കലെങ്കിലും പോയി കാണാവുന്ന ക്ഷേത്രമാണ്. ചതുർധാമ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ബദ്രീനാഥ്. സംഘപരിവാർ അജണ്ടകൾ നടപ്പാക്കാനും പരീക്ഷിക്കാനും ഗുജറാത്തിനെയായിരുന്നു അവർ കുറേ കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവർ രണ്ടാമത്തെ പരീക്ഷണശാലയായിട്ട് തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഉത്തരാഖണ്ഡ്. അവിടെ ഇങ്ങനെ പരീക്ഷണങ്ങൾ തുടങ്ങി വരികയായിരുന്നു. ഇവർക്ക് ധാരാളം പരീക്ഷണങ്ങളുണ്ട്. അയോധ്യ ക്ഷേത്രം, കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയൽ, ഏക സിവിൽ കോഡ് നടപ്പാക്കൽ, മുത്തലാഖ് ബിൽ, ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. ഇതൊക്കെ പ്രകടന പത്രികയിൽ എഴുതി ചേർത്ത് തന്നെയാണ് പരീക്ഷിക്കുന്നത്. ഏക സിവിൽ കോഡ് നടപ്പാക്കി പരീക്ഷിക്കാൻ വേണ്ടി അവർ തെരഞ്ഞെടുത്ത സ്ഥലമായിരുന്നു ഉത്തരാഖണ്ഡ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് ഇവർ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് പലവിധ കാരണങ്ങൾ കൊണ്ട് രാജ്യമൊട്ടാകെ ഒന്നിച്ച് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. പൗരത്വ നിയമം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ രാജ്യമൊട്ടാകെ ഉയർന്നു വന്ന വലിയ പ്രതിഷേധമൊക്കെ കണ്ടുകൊണ്ട് എന്നാ പിന്നെ ഓരോ സംസ്ഥാനങ്ങൾ വഴി നടപ്പാക്കാം എന്നവർ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ പുണ്യ തീർത്ഥാടന കേന്ദ്രമായ ഉത്തരാഖണ്ഡിനെ തെരഞ്ഞെടുക്കുന്നത്. ആദ്യ പരീക്ഷണശാലയായി ഉത്തരാഖണ്ഡ് മാറുന്നത്. ഗുജറാത്ത് മോഡൽ കഴിഞ്ഞതിന് ശേഷം ഈ മാതൃക അവർ ഉത്തരാഖണ്ഡ് മോഡൽ എന്ന് വിളിക്കാൻ തുടങ്ങിയിരുന്നു. ആ ഉത്തരാഖണ്ഡ് മോഡൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പരീക്ഷിക്കും, വ്യാപിപ്പിക്കും എന്നതായിരുന്നു ഇവരുടെ വെല്ലുവിളി. ഉത്തരാഖണ്ഡ് സംസ്ഥാനം 2000-ലാണ് രൂപീകരിച്ചത്. അതിനുശേഷം അവിടെ വർഗീയ ധ്രുവീകരണത്തിന് കാരണമാകുന്ന അനവധി സംഭവങ്ങൾ ഉണ്ടായി. ബുൾഡോസർ ജിഹാദ്, ലാൻഡ് ജിഹാദ്, ലവ് ജിഹാദ്, ജനസംഖ്യ ജിഹാദ് എന്ന് തുടങ്ങി എന്തെല്ലാം ജിഹാദുകളാണ് വാർത്തയിൽ നിറഞ്ഞതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നിങ്ങൾ അതൊന്നും മറന്നു കാണാനിടയില്ല. പക്ഷെ ഇന്നത്തെ ദിവസം എനിക്കത് വളരെ ചുരുക്കിയെങ്കിലും ഒന്ന് ലിസ്റ്റ് ചെയ്ത് പറയണം. എങ്കിലേ ബദ്രീനാഥിൽ BJP തോറ്റതിന് ഞാൻ എന്തിന് ഇത്രയേറെ സന്തോഷിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. 1 കോടിയിലധികം ജനസംഖ്യയുള്ള സംസ്ഥാനത്തെ ആകെ ജനസംഖ്യയിൽ 14 ലക്ഷം മാത്രമാണ് മുസ്ലിങ്ങൾ അധികവും നഗരപ്രദേശങ്ങളിൽ കച്ചവടം ചെയ്തൊക്കെ ജീവിക്കുന്നവരാണ്. എന്നാൽ തീർത്ഥാടന കേന്ദ്രങ്ങളായ പ്രധാന നഗരങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിഞ്ഞു പോകാൻ വേണ്ടി മുസ്ലിം വ്യാപാരികളോട് നിരന്തരമായ സംഘർഷം ചില സംഘടനകളൊക്കെ ആവശ്യപ്പെടുന്നതിന്റെ എത്രയോ വാർത്തകളാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും സെർച്ച് ചെയ്താൽ കാണാം. ഇക്കഴിഞ്ഞ ജൂണിലാണ് ഉത്തരകാശിയിൽ പെൺകുട്ടികളുടെ തട്ടിക്കൊണ്ടുപോകലുമായൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞ ജൂണിലാണ് പെൺകുട്ടികളുടെ വ്യാജ ലവ് ജിഹാദ് ആരോപണങ്ങളൊക്കെ ചേർന്ന് മുസ്ലിങ്ങൾക്കെതിരെ വ്യാപകമായ ആരോപണങ്ങളും ആക്രമണങ്ങളൊക്കെ ഉണ്ടായത്. 2021 ജൂലൈയിൽ ബദ്രീനാഥിലെ ഒരു സ്ഥലത്ത് മുസ്ലിം തൊഴിലാളികൾ ബക്രീദിന് പെരുന്നാൾ നമസ്കാരം നടത്തി. അതിനെതിരെ വ്യാജ പ്രചാരണങ്ങൾ, വർഗീയ കലാപത്തിനുള്ള ശ്രമമുണ്ടായി. ബദ്രീനാഥ് ക്ഷേത്രത്തിൽ വെച്ച് മുസ്ലിങ്ങൾ നിസ്കരിച്ചു എന്ന വ്യാജ പ്രചാരണം, അതേ തുടർന്ന് വലിയ വർഗീയ കലാപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി. ഹൽദ്വാനിയിൽ പള്ളിയും മദ്രസയും പൊളിച്ചതിനെ തുടർന്നുണ്ടായ വലിയ സംഘർഷം, അതിൽ കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ട് 5 മുസ്ലിം സ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം. ഇങ്ങനെ എത്ര സംഭവങ്ങളുണ്ടെന്ന് പറയാം. കോവിഡ് കാലം വന്നപ്പോൾ കോവിഡ് കാലത്ത് ഈ കോവിഡ് വ്യാപനത്തിനൊക്കെ കാരണമാകുന്നത് മുസ്ലിങ്ങളാണെന്ന ഒരു ഭയങ്കര വിദ്വേഷ പ്രചാരണം. അതിന് തൊട്ടുപുറകെ ഉത്തരാഖണ്ഡിന്റെ BJP അധ്യക്ഷൻ മഹേന്ദ്ര ഭട്ട് മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ബാർബർ ഷോപ്പും ബ്യൂട്ടി പാർലറും കടകളുമൊക്കെ ബഹിഷ്കരിക്കാൻ വേണ്ടിയുള്ള പരസ്യമായ ആഹ്വാനം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മുസ്ലിം യുവാവ് ബലാത്സംഗം ചെയ്തെന്ന വ്യാജ പ്രചാരണം
തുടർന്ന് 2018 ഏപ്രിലിൽ ഗർവാളിലെ രുദ്രപ്രയാഗ് ജില്ലയിലെ അഗസ്റ്റ് മുനി പട്ടണത്തിൽ മുസ്ലിങ്ങളുടെ കടകൾ കത്തിച്ച സംഭവം. അത് കഴിഞ്ഞപ്പം ഉത്തരാഖണ്ഡ് ദേവസ്ഥാനി, ദേവഭൂമി എന്നീ പേരുകൾ അറിയപ്പെടാനാണത്രേ അവർ ആഗ്രഹിക്കുന്നത്, ദേവസ്ഥാനം. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഈ പുണ്യഭൂമിയിൽ താമസിക്കുന്നത് പ്രശ്നമാണെന്ന് ചിലർക്ക് തോന്നുകയും അവർ ഉത്തരാഖണ്ഡ് വിട്ടുപോകണമെന്ന ഭീഷണികൾ, ഉത്തരാകാശിയിലെ തീർത്ഥാടന കാലത്ത് വർഷങ്ങളായി അവിടെ കച്ചവടം ചെയ്തു വരുന്ന മുസ്ലിം കച്ചവടക്കാരെ ഏതുവിധേനയും ഒഴിപ്പിക്കണമെന്ന ഗാഗ്വ വിളികൾ, പിത്തോഗഡ് ജില്ലയിലെ ധാർചുല നഗരം വിട്ടുപോകാൻ 80ഓളം മുസ്ലിം വ്യാപാരികളോട് ഹിന്ദുത്വ സംഘടനകളുടെ നിയന്ത്രണത്തിനുള്ള വ്യാപാരി സംഘടന ആവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങൾ എന്തെല്ലാം അവിടെ നടന്നിട്ടുണ്ടെന്നറിയാമോ? മുസ്ലിങ്ങൾ നടത്തുന്ന 90 കടകളുടെ രജിസ്ട്രേഷൻ ഇതേ വ്യാപാരി വ്യവസായി സംഘടന റദ്ദാക്കിയത്. പുരോലിയിൽ ലവ് ജിഹാദ് ആരോപണം, മുസ്ലിങ്ങളുടെ കടകത്തിക്കൽ, ഒഴിക്കൽ, സംഘർഷം, എന്തൊക്കെ നിങ്ങൾ മാധ്യമ വാർത്തകൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാൻ കഴിയും. ഉത്തരാഖണ്ഡ്, മുസ്ലിം എന്നീ 2 കീവേഡ് ഉപയോഗിച്ചാൽ മതി. 7 സംസ്ഥാനങ്ങളിൽ 13 സീറ്റുകളിലേക്കാണ് ഉപതിരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യ മുന്നണി 10 സീറ്റിൽ വിജയിച്ചു, BJP 2 വിജയിച്ചു. അതിൽ ബദ്രീനാഥ് ഞാൻ എടുത്തു പറഞ്ഞതിന്റെ കാരണങ്ങളാണ് ഞാനിപ്പോൾ എടുത്തു പറഞ്ഞത്. ഇതൊരു നിമിത്തമാണ്. ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുമെന്ന നിമിത്തമാണ് ബദ്രീനാഥൻ കാണിച്ചത്. അന്യാധീനപ്പെടുകയാണ് ഭൂമി. കോൺഗ്രസിൽ നിന്ന് ലോക്സഭാ ഇലക്ഷന് തൊട്ടു മുമ്പ് രാജിവെച്ചുകൊണ്ട് BJPയിൽ ചേർന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച ഭണ്ഡാരിയാണ് ഇവിടെ തോറ്റുപോയത്. അത് മറ്റൊരു സന്തോഷം. അപ്പോ ഇത്രയൊക്കെ ഈ സന്തോഷത്തിൽ നമുക്ക് നല്ല കടുപ്പമുള്ള ഒരു കാപ്പി കുടിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തേക്ക് ചെയ്യാൻ. ഇന്ന് ചായ വേണ്ട, ഇന്നത്തെ ദിവസം ചായ നമുക്ക് ഒഴിവാക്കാം, നമുക്കിനി അല്ലേ.